ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ് അഥവാ ഐമാപ്പ്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ശുഭാംശു ശുക്ല. പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികളിലെ അതിർത്തി സുരക്ഷാ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിനായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആരംഭിച്ച AI ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയാൽ പ്രവർത്തിക്കുന്ന കമാൻഡ് സെൻറ്റർ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. KSRTCയുടെ ക്യാൻസർ യാത്രക്കാർക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഹാപ്പി ലോങ് ലൈഫ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായുള്ള കേരള ടൂറിസത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ യാനം ഫെസ്റ്റിവലിൻ്റെ ആദ്യ പതിപ്പ് വേദി വർക്കലയാണ്. ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ വരുന്നവരെ മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് 2025 ഒക്ടോബറിൽ ഉത്തരവിറക്കിയ സംസ്ഥാനം തമിഴ്നാട്. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥയുടെ രചയിതാവ് T. പത്മനാഭൻ.